തലസ്ഥാനത്ത് നടക്കുന്ന സിനിമാ കോൺക്ലേവിന് ഇന്ന് സമാപനമാവുകയാണ്. കരട് സിനിമാ നയത്തിന്മേൽ ചർച്ചകൾ പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് അംഗീകരിക്കും. ഇന്നലെ നടന്ന ചർച്ചകളിൽ സിനിമാ നയ കരട് രേഖയ്ക്ക് മികച്ച പിന്തുണ കിട്ടിയിരുന്നു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. സമാപന ചടങ്ങിൽ അടൂർ ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയാകും എന്ന വിവരം കൂടി പുറത്തുവരികയാണ്. ചന്തു ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ചന്തു, ഗുഡ് മോർണിംഗ്. വളരെ വലിയ വിവാദങ്ങൾക്കൊക്കെ ശേഷമാണ് സിനിമാ കോൺക്ലേവ് ഇന്നിപ്പോൾ ഇതാ നടന്ന് പൂർത്തിയാകാൻ പോകുന്നത്. ഒരു കരട് രേഖ, അത് വളരെ മാതൃകാപരമായിട്ടുള്ള രേഖയാണ്. അതിലെ കാര്യങ്ങൾ അപ്പാടെ നടക്കുമെങ്കിൽ അത് സ്വാഗതാർഹമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഇന്നലെ പുറത്തുവിടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ ഈ കരട് രേഖ ഇന്ന് അംഗീകരിക്കണം. ഒപ്പം തന്നെ ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന സെഷനുകൾ എന്തൊക്കെയാണ്? അതേസമയം ഈ ഫെഫ്ക ഈ കരട് രേഖയിലെ പല നിർദ്ദേശങ്ങളും നടപ്പിലാക്കി എന്നുള്ള ഫെഫ്കയുടെ അവകാശവാദത്തിലൂടെ WCCക്ക് കടുത്ത എതിർപ്പുമുണ്ട്, അല്ലേ ചന്തു? ബിനിൽ, ഗുഡ് മോർണിംഗ്. ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമാ മേഖലയിലെ സമഗ്രമായ ഒരു പരിഷ്കരണം തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഈ സിനിമയിലെ കരട് നയവുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ കരട് നയരേഖ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വിശദമായ അഭിപ്രായങ്ങളും ആശയങ്ങളും ഒക്കെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ തുടർ ചർച്ചകൾ തന്നെയാകും ഇന്ന് നടക്കുക. അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇന്നലെ നടന്ന ചർച്ചകളിന്മേൽ കൂടുതൽ അഭിപ്രായങ്ങൾ ഇന്ന് ഈ പ്രതിനിധികൾക്ക് പങ്കുവയ്ക്കാനുള്ള സമയമുണ്ട്. ആ സമയമനുസരിച്ച് ഇന്നത്തെ ചർച്ചയിലെ ആശയങ്ങൾ കൂടി ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ കൂടി ക്രോഡീകരിച്ചുകൊണ്ടായിരിക്കും ആ ഒരു കരടിന് പൂർണ്ണമായ ഒരു അന്തിമ രൂപം നൽകുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരം സമാപന ചടങ്ങിൽ നേരത്തെ വിനൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു. ഇന്ന് കൂടുതൽ ക്രിയാത്മകമായ ചർച്ചകൾ ഈ കോൺക്ലേവിൽ പ്രധാനമായും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമായും നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ഇന്നലെ ഉണ്ടായിരുന്ന സെഷനുകളിൽ ചർച്ച ചെയ്തത്. അതിൻ്റെ തുടർച്ച തന്നെയാകും ഇന്നും ഉണ്ടാകുക. അതിൽ ഏറ്റവും പ്രധാനം ഇന്നലത്തെ കരട് സംബന്ധിച്ച് പുറത്തു വന്ന ആ രേഖയാണ്. അതിൽ ഈ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കൃത്യമായി തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുന്നിൽ വന്ന ഒരു പ്രധാനപ്പെട്ട പരാതിയും ഈ കാസ്റ്റിംഗ് കൗച്ചാണ്. പുതുമുഖ നടിമാരെ അല്ലെങ്കിൽ പുതുതായി സിനിമയിലേക്ക് എത്തുന്നവരെ ചൂഷണം ചെയ്യുന്ന ഒരു സംഘം തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന വളരെ ഗുരുതരമായ ആരോപണം നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കർശനമായ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ സിനിമാ സെറ്റുകളിലും ഇത്തരം പ്രൊഫഷണലായിട്ടുള്ള കാസ്റ്റിംഗ് ഡയറക്ടർമാരെ നിയമിച്ചുകൊണ്ട് ഇത് ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം ഇന്നലെ തന്നെ ഉണ്ടായി. മറ്റേത് ഈ പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു പവർ ഗ്രൂപ്പിൻ്റെ കീഴിൽ അല്ലെങ്കിൽ അവരെ പിൻപറ്റി നിൽക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകുന്നു. അവരെ സിനിമയിൽ മുന്നോട്ട് കൊണ്ടുപോകുകയും ആ പവർ ഗ്രൂപ്പിൻ്റെ ഭാഗമല്ലാത്തവരെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുകയും അവർക്ക് അവസരങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നു എന്ന തരത്തിലുള്ള പരാതികൾ ഹേമ കമ്മിറ്റിക്ക് മുന്നിലെത്തിയിരുന്നു. അത് ഇന്നലെ വിശദമായി തന്നെ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം പവർ ഗ്രൂപ്പുകളുടെ സ്വാധീനം ഉണ്ടാക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൃത്യമായി തന്നെ ഇന്നലത്തെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലിംഗസമത്വവുമായി ബന്ധപ്പെട്ടാണ്. ഈ ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടന്മാർ അല്ലെങ്കിൽ അത്തരം ആക്ടേഴ്സ് അവർ കാരവൻ ഉപയോഗിക്കുന്നു. ആ കാരവനിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാകുന്നു, ശുചിമുറികൾ ഉണ്ടാകുന്നു. അപ്പോൾ ലിംഗസമത്വം അവിടെ പാലിക്കപ്പെടുന്നില്ല. അവർക്ക് പ്രത്യേക ശുചിമുറികളില്ല, വസ്ത്രം മാറുന്നതിന് പ്രത്യേക സംവിധാനങ്ങളില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നടപ്പാക്കണം. അതായത് ഒരു തൊഴിലിടമെന്ന രീതിയിൽ തന്നെ സിനിമാ മേഖലയെ അല്ലെങ്കിൽ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന ആ ഒരു സ്ഥലത്തെ കണ്ടുകൊണ്ടുള്ള ഒരു മാറ്റമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. ഇന്ന് എന്തായാലും ചർച്ച അവസാനിക്കുമെങ്കിൽ കൂടി ഇതിൻ്റെ തുടർ ചർച്ചകൾ ഉണ്ടാകും. 15 ദിവസത്തേക്ക് ഈ കരട് പ്രധാനമായും പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുന്നതിന് വേണ്ടി സാംസ്കാരിക വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആ വെബ്സൈറ്റിൽ പ്രധാനമായും ഈ പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. ആ അഭിപ്രായങ്ങൾ കൂടി സ്വാംശീകരിച്ചുകൊണ്ടായിരിക്കും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകും. എന്തായാലും 2 മാസത്തിനുള്ളിൽ തന്നെ ഒരു നിയമനിർമ്മാണം എന്ന രീതിയിലും സമഗ്രമായ പരിഷ്കരണം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാനുമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ അത് നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്താണ് സർക്കാർ സമഗ്രമായി ഈ സിനിമാ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ കോൺക്ലേവിൻ്റെ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയും പിന്നീട് സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി സജി ചെറിയാനും വളരെ വിശദമായി പരാമർശിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അതേപടി നടക്കുകയാണെങ്കിൽ ചന്തു പറഞ്ഞ പോലെ വളരെ നല്ല കാര്യമാണ്. താങ്ക് യു. ചന്തു ചന്ദ്രശേഖരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.